എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ എല്ലാവരും ഞാൻ PSC ക്യാൻവാസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്, ഭരണഘടനയുടെ ചരിത്രം. ഭരണഘടനയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന വർഷമാണ് 1608. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി. 1608 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1765. 1765 ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രവിശ്യകളിൽ ബ്രിട്ടീഷുകാർ ദിവാനി അധികാരം കൈയാളുന്നത്. അതായത് റവന്യൂ വരുമാനത്തിലും സിവിൽ നിയമനത്തിലുമുള്ള അധികാരമാണ് ദിവാനി അധികാരം എന്നറിയപ്പെടുന്നത്. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. 1765 ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ബ്രിട്ടീഷുകാർ ദിവാനി അധികാരം കൈയടക്കിയത് എന്ന് ചോദിച്ചാൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രവിശ്യകളിലാണ് 1765 ബ്രിട്ടീഷുകാർ ദിവാനി അധികാരം കൈവരിച്ചത്. ഇന്ത്യയുടെ അധികാരം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായ വർഷമാണ് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മുഖാന്തരമാണ് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പുറപ്പെടുവിച്ച് ഇന്ത്യയുടെ പൂർണ്ണ അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ 1608 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു. 1765 നമ്മുടെ ദിവാനി പദവി അവർക്ക് ലഭിച്ചു ബംഗാൾ, ബീഹാർ, ഒറീസ പ്രവിശ്യകളിൽ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മുഖാന്തരം ഇന്ത്യയുടെ ഭരണ കേന്ദ്രം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇനി ഭരണഘടന നിർമ്മാണ സഭ യുടെ രൂപീകരണത്തെ കുറിച്ച് പഠിക്കാം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6 ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്ന് 1946 ഡിസംബർ 9 തീയതി. 1946 ഡിസംബർ 9 ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നു. ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണമാണ് 207. അതിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. അപ്പോൾ ഇതൊരു നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അതായത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം. ഈ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 207. ഇത് നോക്കിക്കഴിഞ്ഞാൽ 7 2 9. അപ്പം ഡിസംബർ 9 207 7 8 9 ഇതിങ്ങനെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ അതിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. വനിതകളുടെ എണ്ണവും 9. അപ്പൊ 1946 ഡിസംബർ 9 വനിതകളുടെ എണ്ണം 9, പങ്കെടുത്ത ആൾക്കാർ 207 പേർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് സ്വാധീനം ചെലുത്തിയ ബ്രിട്ടീഷ് നിയമങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ദി കമ്പനി റൂൾ അഥവാ കമ്പനി നിയമങ്ങൾ, ദി ക്രൗൺ റൂൾ അഥവാ ക്രൗൺ നിയമങ്ങൾ. ഇനി കമ്പനി നിയമങ്ങൾ 1773 മുതൽ 1858 വരെയുള്ള നിയമങ്ങളെയാണ് കമ്പനി നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. കമ്പനി അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരമാണ് കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ക്വീൻ കൈയടക്കുന്നത്. അതുവരെയുള്ള കാലഘട്ടത്തിൽ വന്ന നിയമങ്ങളെയാണ് കമ്പനി നിയമങ്ങൾ എന്ന് പറയുന്നത്. അതിന് ശേഷം വന്ന 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തൊട്ട് ശേഷം വന്നിരിക്കുന്ന നിയമങ്ങളെല്ലാം അറിയപ്പെടുന്നതാണ് ക്രൗൺ നിയമങ്ങൾ. ഇനി കമ്പനി നിയമങ്ങളെ കുറിച്ച് നോക്കാം. 1773 മുതൽ 1858 വരെ നടപ്പിലാക്കിയ നിയമങ്ങളെയാണ് കമ്പനി നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട്. പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്.
1793, 1813, 1833, 1853 വർഷങ്ങളിൽ നടപ്പിലാക്കിയ ചാർട്ടർ ആക്ട്. ഈ വർഷങ്ങളൊന്നും നമുക്ക് കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, നമുക്കിന്ന് കണക്ട് ചെയ്തിടാം. 1773 റെഗുലേറ്റിംഗ് ആക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇത് ഒരുപാട് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് റെഗുലേറ്റിംഗ് ആക്ടിന്റെ വർഷം. ഇനി പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. 1784. നമുക്കിത് വേറെ രീതിയിൽ കണക്ട് ചെയ്തിടാം. അതായത് ഇത് കഴിഞ്ഞ് ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷവുമാണ്, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പം അതുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്തിടാം. 1784, 1984, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിന്നെ ചാർട്ടർ ആക്ട്, ഇതിന്റെ ഒരു പ്രത്യേകത നോക്കി, ഏറ്റവും അവസാനം 3. ചാർട്ടർ ആക്ട് 1793, 1813, 1833, 1853. ഈ ഒരു 3 വെച്ച് നമുക്കിതൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകാതെ മനസ്സിൽ കിടക്കും. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മുതൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുടെ ഭരണം നേടിയെടുക്കുകയും അതിനുശേഷം വരുന്നത്, അതായത് പിന്നീട് ബ്രിട്ടീഷ് ക്വീനിന്റെ കീഴിലായതുകൊണ്ടാണ് ബ്രിട്ടീഷ് ക്രൗൺ നിയമങ്ങൾ എന്ന് അതിനുശേഷമുള്ള നിയമങ്ങൾ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഓരോ നിയമങ്ങളെ കുറിച്ചും വിശദമായി പഠിക്കാം. ആദ്യമായി റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് 1773. 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രാധാന്യങ്ങൾ. ഈ നിയമം പ്രധാനമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരങ്ങളെ നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലാക്കിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. പക്ഷെ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ അധീനതയിലാക്കിയത്. എന്നാൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലാക്കി. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏതാന്ന് ചോദിച്ചാലും 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. കൂടാതെ ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. ആദ്യ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി വാറൻ ഹേസ്റ്റിങ്സിനെയാണ് നിയമിച്ചത്. ആദ്യ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ഒരു പദവി കൊണ്ടുവന്നത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഗവർണർ ജനറലിന്റെ കീഴിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിച്ചു. എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 4. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം രൂപീകരിച്ച ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ്. കൂടാതെ നമ്മൾ ആദ്യം പഠിച്ചു ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണെന്ന് പഠിച്ചു. അതിന്റെ ഒരു അന്തസത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ഓഫ് മദ്രാസ് പ്രസിഡൻസി എന്നിവരെ ബംഗാൾ ഗവർണർ ജനറലിന്റെ കീഴുദ്യോഗസ്ഥരായി നിയമിച്ചു. ഇത് പണ്ട് 3 പ്രവിശ്യകളായി കിടന്നിരുന്നതാണ്, 3 ഭരണ സംവിധാനങ്ങളായി കിടന്നിരുന്നതാണ്. അവയെല്ലാം ഒത്തൊരുമിപ്പിച്ച് ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നു. അതും 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കൊൽക്കത്ത സുപ്രീം കോടതി. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1774. 1774 ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി കൊൽക്കത്തയിൽ നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി കൊൽക്കത്തയിൽ നിലവിൽ വരാൻ കാരണമായ ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് 1773. 1773 വന്ന റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 കൊൽക്കത്തയിൽ ആദ്യ സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ അതിന്റെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എലിജ ഇംബെ. എലിജ ഇംബെ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കൊൽക്കത്ത സുപ്രീം കോടതിയുടെ ഘടന ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരുമായിരുന്നു
സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും. കൂടാതെ തന്നെ ഈ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രൈവറ്റ് ട്രേഡിംഗിൽ നിന്നും വിലക്കിയത്. പ്രൈവറ്റ് ട്രേഡിംഗിൽ നിന്ന് വിലക്കി എന്ന് മാത്രമല്ല, ഗവൺമെന്റിന് കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി കമ്പനിക്കുള്ളിൽ തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ രൂപീകരിച്ചു. അപ്പൊ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന വിഭാഗം രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെഗുലേറ്റിംഗ് ആക്ട് 1773. 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ അമെൻമെന്റ് അഥവാ ഭേദഗതി അറിയപ്പെടുന്നതാണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ്. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് നിലവിൽ വന്ന വർഷം 1781. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് പ്രകാരമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് ഭേദഗതി വരുത്തിയത്. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് പ്രധാന ഉദ്ദേശം തന്നെ സുപ്രീം കോടതിയുടെ അധികാര പരിധി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ഗവർണർ ജനറലിന്റെ കൗൺസിലിനെയും കമ്പനി ജീവനക്കാരെയും കോടതിയുടെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781. റവന്യൂ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയുടെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ നിയമം ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781. അതായത് ഈ നിയമപ്രകാരമാണ് പ്രൊവിഷണൽ കോടതികളിൽ നിന്നും അപ്പീലുകൾ സുപ്രീം കോടതിയിലേക്ക് അല്ലാണ്ട് ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്ക് കൊണ്ടുപോകുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം. ഇനിയുള്ള എക്സാമുകൾക്ക് ഭരണഘടന ഈ ഒരു രീതിയിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ ഫാക്ട്സുകളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ എല്ലാവരും നല്ലപോലെ കേൾക്കുക. കൃത്യമായി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. നന്ദി.